ഹായ് ഓൾ. ഇന്ന് നമ്മൾ +2 ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമുക്ക് മാനേജ്മെന്റ് മീനിങ്, ഡെഫിനിഷൻ, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്, നാച്ചർ ഓഫ് മാനേജ്മെന്റ്, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, പിന്നെ എന്താണ് കോർഡിനേഷൻ, ഈ ടോപ്പിക്സ് ഒക്കെയാണ് മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മാനേജ്മെന്റ് എന്താണ്, അതിന്റെ മീനിങ്, ഡെഫിനിഷൻ, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പൊ ഐ തിങ്ക് നിങ്ങൾ എല്ലാവരുടെയും +1 എക്സാം കഴിഞ്ഞിട്ടിരിക്കുമായിരിക്കും ഇപ്പൊ എല്ലാവരും, അല്ലെ? നല്ല രീതിയിൽ എല്ലാവരും എക്സാം എഴുതാൻ പറ്റിയെന്ന് തോന്നുന്നു. എനിവേ, ഇപ്പൊ നിങ്ങൾ +1 എക്സാം ടൈം ടേബിൾ വന്നതിന് ശേഷം നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെ? ഇപ്പൊ അതിനകത്ത് ശ്രദ്ധിക്കാം. ആദ്യം നമ്മൾ ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടേതായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും, അല്ലെ? എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങളുടെ ഗോൾ എന്തായിരിക്കും? അപ്പൊ അവിടെ എനിക്ക് ഹൈ സ്കോർ നേടണം, അല്ലെങ്കിൽ ഫുൾ A+ കിട്ടണം, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഗോൾ ആദ്യം സെറ്റ് ചെയ്തു. എന്താണ്? എനിക്ക് ഹൈ സ്കോർ കിട്ടണം, അതാണ് നമ്മുടെ ഗോള്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്. എന്താണ്? രാവിലെ 6 മണിക്ക് ഞാൻ എണീക്കണം, ഇന്ന് ഓരോ ദിവസത്തെയും നമ്മൾ എന്തൊക്കെ കവർ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു. അപ്പൊ ആദ്യം നാളെ മുതൽ ബിസിനസ് സ്റ്റഡീസ് എടുക്കാം, 4 ദിവസം ബിസിനസ് സ്റ്റഡീസിന് മാറ്റി വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അക്കൗണ്ടൻസി പഠിക്കാം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ ഡിഫറെന്റ് പ്രോസസ്സുകൾ അവിടെ സെറ്റ് ചെയ്തു. രാവിലെ എണീക്കുന്നത് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠനത്തിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയോ? പല കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെ? നമ്മൾ എണീക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഫുഡിന്റെ കാര്യം, ഹെവി ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതാണെങ്കിലും നമുക്ക് എന്താണ്, ഭയങ്കര ഉറക്കം തോന്നും, നമുക്ക് കൂടുതലായിട്ട് പഠിക്കുന്ന കാര്യത്തിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെ? അതേപോലെ തന്നെ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ കൂടുതൽ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ അഫക്ട് ചെയ്യും. കൂടുതൽ ഡിസ്ട്രാക്ട് ചെയ്യാത്ത, കുറച്ച് നല്ല അധികം ഡിസ്ട്രാക്ഷൻസ് ഒന്നും വരാത്തൊരു സ്ഥലത്ത് പോയിരിക്കണം. അങ്ങനെ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്, അല്ലെ? ഇപ്പോ ഒരു എക്സാമ്പിൾ പറയാൻ 27th എക്സാം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ടൈം ടേബിൾ കിട്ടുന്ന ആ 27th എക്സാം ആണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നമുക്ക് ഇത്രയും നമ്മുടെ ഏതൊക്കെയാണോ സബ്ജക്ട് അതൊക്കെ പഠിച്ചു തീർക്കണ്ടേ? 27th എക്സാമിന് 30 ആകുമ്പോഴേക്കും പഠിച്ച് തീർത്താൽ മതിയോ? അല്ല, അല്ലെ? നമ്മുടെ ഡേറ്റിനുള്ളിൽ എന്നാണോ എക്സാം വരുന്നത് അതിനുള്ളില് നമ്മുടെ എന്താണ് പോർഷൻസ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പഠിച്ച് എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? പഠിച്ചു തീർക്കണം. ശരിയല്ലേ? ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മുടെ മെയിൻ എയിം എന്താണ്? +1 എക്സാമിൽ എനിക്ക് ഹൈ സ്കോർ നേടണം. ദാറ്റ് ഈസ് അവർ എയിം. ഈ എയിം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള വഴികളിലൂടെ പോയി, ഡിഫറെന്റ് പ്രോസസ്സുകൾ കടന്നുപോയി, അല്ലെ? ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, അങ്ങനെ കുറെ. അപ്പോ ഇങ്ങനെ ഡിഫറെന്റ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുള്ള ഈ പ്രോസസ്സുകൾ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് മാനേജ്മെന്റ്. നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കടന്നു പോകുന്ന ഡിഫറെന്റ് പ്രോസസ്സുകളെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേം എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആണ്. ഓക്കെ ആണോ? മാനേജ്മെന്റ് ഞാനൊരു ചാർട്ട് കാണിച്ചു തരാം. മാനേജ്മെന്റിന്റെ മീനിങ്, ഡെഫിനിഷൻ ഒക്കെ അടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഈ ചാർട്ട് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് മാനേജ്മെന്റ് എന്നുള്ള ഒരു ടേം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുള്ളൂ. മാനേജ്മെന്റ് ഈസ് ദി പ്രോസസ് ഓഫ് getting things done through others with the aim of achieving goal effectively and efficiently. ഇത്രയുള്ളൂ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് വിത്ത് ദ എയിം ഓഫ് അച്ചീവിംഗ് ഗോൾ വിത്ത് എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി എന്നുള്ളതാണ്. മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? സിംപ്ലി നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത്
അത് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എന്താണ് നമ്മുടെ മെയിൻ എയിം എന്താണ്? മാർക്ക് സ്കോർ ചെയ്യുക, 27th എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ 27th എക്സാമിന് 30 ആകുമ്പോഴേക്കും പ്രിപ്പയർ ചെയ്താൽ പോരല്ല, അല്ലെ? വിത്തിൻ ടൈമിനുള്ളിൽ നമ്മൾ പ്രിപ്പയർ ആയി എഫിഷ്യൻ്റ് ആയിരിക്കണം. അതേപോലെ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി ആണ് നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി? നമുക്ക് നോക്കാം. എഫക്റ്റീവ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കംപ്ലീഷൻ ഓഫ് വർക്ക് ഓൺ ടൈം. നമ്മൾ തന്നിട്ടുള്ള ടൈമിനുള്ളിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. എഫക്റ്റീവ്ലി വിച്ച് മീൻസ് 27th എക്സാമിന് 27th ആകുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് വർക്ക് പഠനമൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രിപ്പയർ ആവുകയാണ്. ദാറ്റ് ഈസ് എഫക്റ്റീവ്ലി. വാട്ട് ഈസ് എഫിഷ്യൻ്റ്ലി? എന്താ എഫിഷ്യൻ്റ്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കംപ്ലീഷൻ ഓഫ് വർക്ക് വിത്ത് മിനിമം കോസ്റ്റ്, അല്ലെ? അതായത് നമ്മൾ പറയാറുണ്ട് ഹാർഡ് വർക്കിനേക്കാളും നമ്മളിപ്പോൾ സ്മാർട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത്, അല്ലെ? ഇപ്പൊ 27th എക്സാമിന് നമ്മൾ സ്മാർട്ട് വർക്ക്, ഇപ്പൊ ഒട്ടും പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ നമുക്ക് 27ാം തീയതി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. കുറച്ച് സ്മാർട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് അവിടെ എടുത്തിട്ട് കാര്യമില്ല. അതാണ് പറയുന്നത്. ഇവിടെ മെയിൻലി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കംപ്ലീഷൻ ഓഫ് വർക്ക് വിത്ത് മിനിമം കോസ്റ്റ്. ഇപ്പൊ 1000 രൂപയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ 1000 രൂപയ്ക്കാണ് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതിന് പക്ഷെ നമ്മൾ 1200 കോസ്റ്റ് ചെലവഴിച്ചാൽ അതെന്താണ്? എഫിഷ്യൻസി ആണോ കാണിക്കുന്നത്? അല്ല. അപ്പോൾ മിനിമം കോസ്റ്റില് ഓൺ ടൈമില് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടെ ഗോൾ അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതാണ് മാനേജ്മെന്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഡെഫിനിഷൻസ് ആണ് നോക്കാനുള്ളത്. ഈ ചാർട്ട് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഞാൻ വായിച്ചു തരാം. മാനേജ്മെന്റിലെ ഒന്നാമത്തെ ഡെഫിനിഷൻ മേരി പാർക്കർ ഫോളറ്റിന്റെ ആണ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ഡെഫിനിഷൻസ് അവൈലബിൾ ആണ്. ഇത് കുറച്ചും കൂടി എളുപ്പമുള്ള ഡെഫിനിഷനാണ്. മേരി പാർക്കർ ഫോളറ്റിന്റെ ഒരുപാട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഡെഫിനിഷനാണ്. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മാനേജ്മെന്റ് ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മേരി പാർക്കർ ഫോളറ്റ്. അതായത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു എന്താണ് മീനിങ് എന്ന് പറഞ്ഞതിനകത്ത് എന്താണ്? മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ നോക്കാം. മാനേജ്മെന്റ് ഇസ് ദ കോർഡിനേഷൻ ഓഫ് ഓൾ റിസോഴ്സസ് ത്രൂ ദ പ്രോസസ് ഓഫ് planning, organizing, directing and controlling in order to attain stated objectives. I'm sorry. അപ്പോൾ എന്താ മാനേജ്മെന്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്? മാനേജ്മെന്റ് ഇസ് എ കോർഡിനേഷൻ ഓഫ് ഓൾ റിസോഴ്സസ് ത്രൂ ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്സ്. ഇവിടെ നമ്മൾ മാനേജ്മെന്റിനോട് ഉദ്ദേശിക്കുന്നത് എല്ലാ റിസോഴ്സും, നമ്മുടെ ഓർഗനൈസേഷന് വേണ്ട എല്ലാ റിസോഴ്സസിനും നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു. എങ്ങനെയാ കോർഡിനേറ്റ് ചെയ്യുന്നത്? ത്രൂ ദ പ്രോസസ് പ്ലാനിങ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അതായത് ഇവിടെ കണ്ടിട്ടുള്ള ഈ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് ഈ ടേംസ് ജസ്റ്റ് ഇപ്പൊ ആലോചിച്ചാൽ മതി. ഇനി വരും അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ മെയിൻ ആയിട്ട് ഇത് ചാപ്റ്റർ വൈസ് തന്നെ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നും കൂടി ഫംഗ്ഷൻസിൽ വരുമ്പോൾ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, അപ്പൊ നമ്മുടെ മാനേജ്മെന്റിന്റെ മെയിൻ പ്രോസസ്സുകളായ ഈ പ്രോസസ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷൻസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഫംഗ്ഷൻസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ ഒബ്ജക്റ്റീവ്സ്, ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പൊ ഐ തിങ്ക് നമ്മൾ 2 ഡെഫിനിഷനാണ് നമ്മൾ ഈ ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് മേരി പാർക്കർ ഫോളറ്റിന്റെ ഒരു ഡെഫിനിഷൻ, ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഇത് പഠിച്ചു വെക്കുക, വളരെ സിമ്പിൾ ആണ് ആൻഡ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി മേ ബി വൺ വേർഡ് ഒക്കെ ചോദിക്കാം. ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് ആരുടെ ഡെഫിനിഷൻ ആണ്? മേരി പാർക്കർ ഫോളറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ് മാനേജ്മെന്റ് ആസ് ദി coordination of all resources through the process of planning, organizing, directing and controlling in order to attain stated objectives. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ എല്ലാ റിസോഴ്സസിനും കോർഡിനേറ്റ് ചെയ്യുന്നു. എങ്ങനെ? ഈ പ്രോസസ്സിലൂടെ, പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്, ഈ പ്രോസസ്സിലൂടെയാണ് നമ്മൾ എല്ലാ റിസോഴ്സസിനെയും കോർഡിനേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ തിങ്ക് ഈ 2 ഡെഫിനിഷൻസ് വളരെ ക്ലിയർ ആണ്. ഇപ്പൊ
ഇപ്പൊ നമ്മൾ മാനേജ്മെന്റിന്റെ ഡെഫിനിഷനും മീനിങ് ഒക്കെ ആക്ച്വലി ഡിസ്കസ് ചെയ്തു. ഇപ്പോഴും നമുക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്താണ് മാനേജ്മെന്റ്, ആക്ച്വൽ മീനിങ് എന്താണ്, അങ്ങനെയൊക്കെ. സോ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീനിങ് പറഞ്ഞുതരാം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ ആ മാനേജ്മെന്റ്, നമ്മുടെ ടേം മാനേജ്മെന്റ് എന്നുള്ളത് വൃത്തിയിൽ എഴുതി വെക്കുക. ഓക്കെ, ഇതന്നെയല്ലേ മാനേജ്മെന്റിന്റെ സ്പെല്ലിങ്? ഞാനിവിടെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ഇവിടെ ഒന്ന് സ്ഥലമില്ല, സോ ഞാൻ ഇതൊന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. മാനേജ്മെന്റ് അതന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് ആദ്യം നിങ്ങൾ കംപ്ലീറ്റ് മാനേജ്മെന്റ് എന്ന് എഴുതുക. ജസ്റ്റ് ആ മാനേജ്മെന്റ് എന്നുള്ള ടേമിനെ നമ്മൾ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. വൺ ഈസ് മാനേജ് ആൻഡ് അനദർ വൺ ഈസ് മെൻ ആൻഡ് ഫൈനൽ ടേം ഈസ് ടി. ഇസ് ഇറ്റ് ക്ലിയർ? സോ നമ്മളിപ്പോ എന്താ ചെയ്തത്, മാനേജ്മെന്റ് എന്നുള്ള ടേമിനെ മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. മാനേജ്, മെൻ ആൻഡ് ടി. ഇനി നമ്മള് ഇപ്പൊ ആക്ച്വലി നമ്മൾ മീനിങ് പഠിച്ചു കഴിഞ്ഞു. മാനേജ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി മീനിങ് പഠിച്ചു കഴിഞ്ഞു. വാട്ട് ഈസ് മാനേജ്മെന്റ്? മാനേജ്, മെൻ, ടി. ടി വിച്ച് മീൻസ് ടാക്ട്ഫുള്ളി. ആ ഒരു ടേം മാത്രമേ നമ്മൾ ഇതിൽ ആലോചിക്കാനായിട്ടുള്ളൂ. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്ട്ഫുള്ളി. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് മാനേജ്, മെൻ, ടാക്ട്ഫുള്ളി. അതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിന് ടാക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യുമ്പോൾ എന്താണ് നോർമലി എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യേണ്ട ഒരു ഓർഗനൈസേഷന്റെ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മൾ മാനേജ്മെന്റ് എന്നുള്ള ടേം പഠിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. എന്താണ്? മാനേജ്, മെൻ, ടാക്ട്ഫുള്ളി. അത്രയേ ഉള്ളൂ മാനേജ്മെന്റിന്റെ മീനിങ് എന്ന് പറയുമ്പോൾ ആലോചിക്കാനായിട്ടുള്ളത്. ഐ തിങ്ക് ഇതെല്ലാം നമുക്ക് ഇപ്പൊ ഏകദേശം മീനിങ് വൈസ് എല്ലാതും ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ടോപ്പിക് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ്. അതിൽ എന്തൊക്കെ മെയിൻ പോയിന്റ്സ് നോക്കാം. ഒന്നാമത്തെയാണ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്കാർസ് റിസോഴ്സസ്. ഒന്നാമത്തെ പോയിന്റ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്കാർസ് റിസോഴ്സസ്. നമ്മൾ മീനിങ് ഓഫ് മാനേജ്മെന്റ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ എന്താണ് നമ്മുടെ റിസോഴ്സസ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ എന്താണ് യൂസ് ചെയ്യണമെന്ന്. അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത് എന്താണ് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ഒരു പുതിയ കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുക. അപ്പൊ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അവരുടെ അടുത്ത് വേണ്ടത്ര ഫിനാൻസ് ഉണ്ടായിരിക്കില്ല, ഹ്യൂമൻ റിസോഴ്സസ് വേണ്ടത്ര ഉണ്ടായിരിക്കില്ല. അപ്പൊ എന്താണ് ഉള്ളതിനെ നല്ല രീതിയിൽ ബെസ്റ്റ് മാക്സിമം യൂട്ടിലൈസേഷൻ നടത്തണം എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾ. അടുത്തൊരു ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് ആണ് അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾ. എപ്പോഴും മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ അറ്റൈൻമെന്റ് അല്ല, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഗോൾ അല്ല, ഇതൊരു ഗ്രൂപ്പ് ഗോൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ എടുക്കുക. ഒരു ഓർഗനൈസേഷനിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ്, ബാക്ക് ഓഫീസ്, മെയിൻ ഓഫീസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കും. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് പറ്റില്ല, അല്ലെ? ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് വളരെ വീക്ക് ആണെന്നുണ്ടെങ്കിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ആ ഒരു വീക്ക്നെസ് എന്താണ് ഹോൾ ഡിപ്പാർട്ട്മെന്റിനെ, ആ ഒരു ഓർഗനൈസേഷനെ മൊത്തമായിട്ട് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ഒരുപോലെ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ലെവലും, ഇപ്പൊ ടോപ്പ് ലെവലുണ്ട്, മിഡിൽ ലെവലുണ്ട്, ലോവർ ലെവലുണ്ട്, ഏതൊക്കെ ലെവലുകളുണ്ടോ ആ ലെവലിലൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നമുക്ക് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതാ പറയുന്നത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പ് ഗോളാണ്. ഈ ഗ്രൂപ്പ് ഗോൾ അച്ചീവ് ചെയ്യാൻ എന്ത് സഹായിക്കുന്നു? നമ്മുടെ മാനേജ്മെന്റ് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് അടുത്തൊരു പോയിന്റ് ആണ് റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഓർഗനൈസേഷന് വേണ്ട മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിൻ മെറ്റീരിയൽ, മെഷീൻ, മെത്തേഡ്, അല്ലെ? ഇത് പ്രോപ്പർ ആയിട്ട് ഉപയോഗിച്ചില്ല എന്ന് വിചാരിക്കും. നമ്മുടെ മെയിൻ മെറ്റീരിയൽ, മെഷീൻ ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഓർഗനൈസേഷനിൽ ലോസ് ഉണ്ടാവും. അപ്പോൾ അത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് മാനേജ്മെന്റ് ആണ് അതിനെ സഹായിക്കുന്നത്.
അങ്ങനെ എന്താണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ മെയിൻ മെറ്റീരിയൽ മെഷീൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അല്ല, അടുത്താണ് സ്റ്റെബിലിറ്റി. ഒരു ഓർഗനൈസേഷനിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഡേ ബൈ ഡേ നമുക്കറിയാം എൻവയോൺമെന്റിലാണെങ്കിലും ഇപ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ചസുകൾ, കോമ്പറ്റീഷൻ വേൾഡിലാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് അല്ലെ. അങ്ങനെ ഈ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവുന്ന ഇതിൽ ആ ചേഞ്ചസിനനുസരിച്ചിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് മാനേജ്മെന്റ് സഹായിക്കുന്നു. ഒരു സ്റ്റെബിലിറ്റി ഓർഗനൈസേഷനിൽ ഉണ്ടാക്കുന്നത് എന്താണ്, മാനേജ്മെന്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഹെൽപ്സ് ഇൻ നാഷണൽ ഗ്രോത്ത്. മാനേജ്മെന്റ് നാഷണൽ ഗ്രോത്തിനെ സഹായിക്കുന്നു. അതെങ്ങനെയാ? അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷൻ വരുന്ന സമയത്ത് എന്താണ് അത്, ഒന്ന് ക്വാളിറ്റി പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യും. ക്വാളിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിന് അക്കോർഡിംഗ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ തരാനായിട്ട് ഓർഗനൈസേഷൻ സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ എന്താണ്, അതിലൂടെ എന്താണ് നാഷണൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഹെൽപ്സ് ഇൻ നാഷണൽ ഗ്രോത്ത്. അടുത്തൊരു പോയിന്റ് ആണ് മീറ്റ്സ് ദ ചാലഞ്ചസ് ഓഫ് ചേഞ്ചസ്. മീറ്റ്സ് ദ ചാലഞ്ചസ് ഓഫ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റെബിലിറ്റിയിൽ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് വരുന്നത്. ഗവൺമെന്റ് പോളിസീസിൽ ഇപ്പൊ ഓരോ ദിവസം കഴിയുന്തോറും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കൽ ചേഞ്ചസ്, ഗവൺമെന്റ് പോളിസീസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, കോമ്പറ്റീഷൻ വേൾഡിൽ ഉണ്ടാവുന്ന ചലഞ്ചസുകൾ നമ്മൾ നേരിടണം, കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചസുകൾ. ശരിയല്ലേ? അപ്പൊ ഇതൊക്കെ ഈ ചലഞ്ചസുകളൊക്കെ നമ്മൾ നേരിടാൻ മാനേജ്മെന്റ് സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? സോ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റിൽ നമ്മളിപ്പോ എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്ത? ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്കാർ റിസോഴ്സസ്, അക്കോംപ്ലിഷ്മെന്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾ, reduce cost of product, stability, helps in national growth, meet the challenges of changes. ഇത്രയും പോയിന്റ്സുകളാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? സോ നമ്മൾ ഇന്ന് ആകെ ചെറിയൊരു 2 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ. ഒന്ന് മാനേജ്മെന്റ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മാനേജ്മെന്റ് എന്താണ്, അതിന്റെ മീനിങ്ങും ഡെഫിനേഷനും പിന്നെ ഇമ്പോർട്ടൻസ്. ഓക്കെ ആണോ? ഞാൻ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ഇന്ന് എടുത്ത ടോപ്പിക്സ് ഒന്നും കൂടി ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് മാനേജ്മെന്റ് എന്നുള്ള ടേമിൽ തന്നെ തുടങ്ങാം. സോ നമ്മൾ ഇന്ന് ചെറിയ കുറച്ച് 3 ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. മാനേജ്മെന്റ് എന്താണ്, മാനേജ്മെന്റിന്റെ മീനിങ്ങും ഡെഫിനിഷനും പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ 3 ടോപ്പിക്. മാനേജ്മെന്റ് എന്താ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീനിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനേജ്മെന്റിന്റെ. ഓക്കെ, ഓർക്കുന്നുണ്ടോ? മാനേജ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേം മാത്രം ആലോചിച്ചാൽ മതി. മാനേജ്മെന്റ് ടാക്ട്ഫുള്ളി. ഓക്കെ ആണോ? ഇതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടേം ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കണക്ട് ചെയ്തിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ എഴുതാനായിട്ട് പറ്റും അല്ലെ. ഇനി ഇത് നമുക്ക് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസിൽ നമുക്ക് ഈ ഒരു പോയിന്റ് എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ മാനേജ്മെന്റിന്റെ ഒരു മീനിങ് എന്താണ്? മാനേജ്മെന്റ് ടാക്ട്ഫുള്ളി. ഇനി നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ അല്ലെ, ഒരു ഡെഫിനിഷൻ ആലോചിച്ച് വെക്കണം എപ്പോഴും. മേരി പാർക്കർ ഫോളറ്റിന്റെ ഒരു ഡെഫിനിഷൻ, മാനേജ്മെന്റ് ഈസ് ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അതിനെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സിംപ്ലി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇപ്പൊ ഓർഗനൈസേഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് പ്രോസസ്സുകളാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് ആ പ്രോസസ്സിലൂടെ എന്ത് ചെയ്യാണ്, നമ്മൾ ഡിഫറെന്റ് റിസോഴ്സസുകളെ കോർഡിനേഷൻ നടത്തുകയാണ്. മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്? കോർഡിനേഷൻ ഓഫ് ഡിഫറെന്റ് റിസോഴ്സസ് ത്രൂ ദ ഫംഗ്ഷൻ ഓർ ത്രൂ ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, ഇത് ഫംഗ്ഷൻസ് ആണ്. ഇത് നിങ്ങൾ ആലോചിച്ച് കൺഫ്യൂഷൻ ആവേണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് മാനേജ്മെന്റ് എന്നുള്ള ഒരു ഓവറോൾ ലുക്ക് കിട്ടിയില്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസും കൂടിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസിൽ മെയിൻ ആയിട്ട് ഇത്രയും പോയിന്റ്സ് ആണ് വരുന്നത്. ഓക്കെ, ഈ ഒരു 6 പോയിന്റ് ആലോചിക്കാം. ഒന്ന്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്കാർ റിസോഴ്സസ്, എഫിഷ്യന്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ റിസോഴ്സസുകൾ യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് അക്കോംപ്ലിഷ്മെന്റ് ഓഫ് ഗ്രൂപ്പ് ഗോൾ,
എന്താണ് എപ്പോഴും മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് എഫേർട്ട് ആണ്. ഒരു ഇൻഡിവിജ്വൽ എഫേർട്ടിലൂടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ ഗ്രൂപ്പ് എഫേർട്ട് എന്നുള്ള ഒരു ടേം ആലോചിച്ച് വെച്ചാൽ മതി. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. മെയിൻ മെറ്റീരിയൽ, മെഷീൻ, മെത്തേഡ് ഇതൊക്കെ നല്ല എഫിഷ്യന്റ് മാനറിൽ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റെബിലിറ്റി, ഡിഫറെന്റ് എൻവയോൺമെന്റൽ ചേഞ്ചസുകൾ, ടെക്നിക്കൽ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസേഷന് സ്റ്റെബിലിറ്റി ബ്രിങ് ചെയ്യാൻ സഹായിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ഇസ് നാഷണൽ ഗ്രോത്ത്. ഒരു ഓർഗനൈസേഷൻ എന്തിനു സഹായിക്കുന്നുണ്ട്? ജോബ് ഓപ്പർച്യൂണിറ്റി, ടെക്നിക്കൽ ചേഞ്ചസുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഡിഫറെന്റ് ചേഞ്ചസുകളൊക്കെ നാഷണൽ ഗ്രോത്ത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതേപോലെ തന്നെ ക്വാളിറ്റി പ്രൊഡക്ട്സുകൾ കൊടുക്കുന്നുണ്ട് അല്ലെ. അത് എന്തിനു സഹായിക്കുന്നു? നാഷണൽ ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട്. ഈ രണ്ട് പോയിന്റ്സ് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ്, സോറി. അപ്പൊ ഇനി അടുത്ത ഒരു ടേം ആണ് മീറ്റ് ദ ചലഞ്ചസ് ഓഫ് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ സ്റ്റെബിലിറ്റിയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ ഡേ ബൈ ഡേ എൻവയോൺമെന്റിൽ ഡേ ബൈ ഡേ എന്തൊക്കെ ടെക്നിക്കൽ ചേഞ്ചസുകൾ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റ് പോളിസീസുകൾ, കോമ്പറ്റീഷനിൽ നിന്ന് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ മീറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഓർഗനൈസേഷനിലെ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നത് മാനേജ്മെന്റ് ആണ്. ഐ തിങ്ക് മാനേജ്മെന്റ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ആൾ.